മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. ഞാനൊരു കോമ്പോസിറ്റ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. പഠനം കഴിഞ്ഞ് ജോലി നേടിയ ശേഷം ചെറിയ സേവിങ്സും നിക്ഷേപങ്ങളുമെല്ലാം RD ആയും KSFE ചിട്ടിയായും ചെറിയ LIC പോളിസികളായും എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായി കുറച്ചുകൂടി സീരിയസ് ആയി ഒരു ഇൻഷുറൻസ് പോളിസിയെ അപ്രോച്ച് ചെയ്യുന്നത് വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് ആദ്യത്തെ ആൺകുഞ്ഞ് പിറന്നതിന് ശേഷമാണ്. LICയുടെ ഈയൊരു പോളിസിയിൽ ഞാൻ ചേരാൻ തീരുമാനമെടുത്തത് നാളെ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ അസാന്നിധ്യം എൻ്റെ കുടുംബത്തിനുണ്ടായാൽ അൺഎംപ്ലോയിഡായ ഭാര്യയ്ക്കും എൻ്റെ മകനും വേണ്ടി സമ്പാദ്യത്തോടൊപ്പം ഒരു കരുതൽ കൂടി വേണം എന്ന ചിന്തയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ രണ്ട് ഒബ്ജക്റ്റീവ്സും മീറ്റ് ചെയ്യാനായി ഞാൻ തിരഞ്ഞെടുത്ത ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് LICയുടെ ജീവൻ ലക്ഷ്യ. 2017 ഞാൻ ഈ പോളിസിയിൽ അംഗമാകുന്നത്. ഈ പോളിസിയുടെ ടോട്ടൽ സം ഇൻഷുർഡ് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. ഈ പോളിസിയുടെ പ്രീമിയം പേയിങ് ടേം 16 വർഷവും പോളിസി ടേം 19 വർഷവുമാണ്. അതായത് ഞാൻ ചൂസ് ചെയ്ത പോളിസി കണ്ടീഷൻസ് പ്രകാരം 16 വർഷത്തേക്കാണ് ഞാൻ പ്രീമിയം അടയ്ക്കേണ്ടത്. മറ്റ് അത്യാപത്തുകളൊന്നും വന്നില്ലെങ്കിൽ 19ാമത്തെ വർഷം മെച്യൂരിറ്റിയായി ഒരു ലംസം എമൗണ്ട് ലഭിക്കുന്നതുമാണ്. ഇനി LICയുടെ ജീവൻ ലക്ഷ്യ ഒരു പ്ലാൻ പ്രസന്റേഷനിലൂടെ ഞാൻ കൂടുതൽ വിശദമാക്കാം. മിസ്റ്റർ ABC എന്ന വ്യക്തി അയാളുടെ 28ാമത്തെ വയസ്സിൽ LICയുടെ ജീവൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നു. സം ഇൻഷുർഡ് 12 ലക്ഷമാണ്. പോളിസി ടേം 19 വർഷം ചൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി പ്രീമിയം പേയിങ് ടേം ഈ പോളിസിയിൽ 16 വർഷം മാത്രമായിരിക്കും. ഇവിടെ സെലക്ട് ചെയ്ത കണ്ടീഷൻസ് പ്രകാരം ആദ്യത്തെ വർഷം വരുന്ന ഇയർലി പ്രീമിയം GST ഉൾപ്പെടെ 74,007 രൂപയും വരും വർഷങ്ങളിൽ ഈ തുക 72,413 രൂപയുമായിരിക്കും. പ്രീമിയം അടവ് മന്ത്ലി മോഡാണെങ്കിൽ ആദ്യത്തെ വർഷം GST ഉൾപ്പെടെ 6,301 രൂപയായിരിക്കും പ്രതിമാസം അടവ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഈ തുക 6,116 രൂപയുമായിരിക്കും. സം ഇൻഷുർഡും പോളിസി ടേമും ചൂസ് ചെയ്യുന്നതിന് കസ്റ്റമർക്ക് ഈ പോളിസിയിൽ ഫ്ലെക്സിബിലിറ്റി നൽകിയിട്ടുണ്ട്. പോളിസി കാലയളവിൽ ഇൻഷുർഡ് പേഴ്സന്റെ ജീവന് ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ 47ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് സം ഇൻഷുർഡും നോർമൽ ബോണസും ഫൈനൽ അഡീഷൻ ബോണസും അടക്കം ലംസമായി 22,17,600 രൂപ ലഭിക്കുന്നതാണ്. ഇനി ഈ പോളിസിയുടെ ഒരു റിസ്ക് കവർ അനാലിസിസ് കൂടി നോക്കാം. പോളിസിയിൽ ജോയിൻ ചെയ്ത വ്യക്തിക്ക് 6 വർഷത്തെ പ്രീമിയം അടവിന് ശേഷം നോർമൽ ഡെത്തോ ആക്സിഡന്റൽ ഡെത്തോ സംഭവിക്കുകയാണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിലെ മുഴുവൻ പ്രീമിയം തുകയും കമ്പനി വേവ് ഓഫ് ചെയ്യുന്നതാണ്. കൂടാതെ തുടർന്നുള്ള പോളിസി കാലയളവിൽ സം ഇൻഷുർഡിന്റെ 10%, അതായത് സം ഇൻഷുർഡ് 12 ലക്ഷം രൂപയാണെങ്കിൽ ഈ തുകയുടെ 10%-മായ 1,20,000 രൂപ പ്രതിവർഷം നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനു പുറമെ പോളിസിയുടെ അവസാന വർഷം ഒരു ലംസം എമൗണ്ടും നോമിനിക്ക് ലഭിക്കും. ഈ ഒരു കേസിൽ ലംസം എമൗണ്ടായി നോമിനിക്ക് ലഭിക്കുക 23,31,600 രൂപയായിരിക്കും. അതായത് 6 വർഷം പ്രീമിയം അടച്ച ശേഷം ഇൻഷുർഡ് പേഴ്സൺ മരണപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള പോളിസി കാലയളവിൽ നോമിനിക്ക് പ്രതിവർഷം ലഭിക്കുന്ന 1,20,000 രൂപയും അവസാന വർഷം ലംസമായി ലഭിക്കുന്ന 23,31,600 രൂപയും കൂട്ടി ആകെ ലഭിക്കുന്ന തുക 50,97,600 രൂപയാണ്. ഈയൊരു കേസിൽ 6 വർഷം അടച്ച പ്രീമിയം തുക വെറും 4,36,072 രൂപ മാത്രമാണ്. ഇതാണ് LICയുടെ ജീവൻ ലക്ഷ്യ പദ്ധതി. ഈ പ്ലാനിനോടൊപ്പം അഡീഷണൽ ആയി എടുക്കാവുന്ന റൈഡേഴ്സ് ആണ് ടേം അഷുറൻസ് റൈഡർ, ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ, ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ എന്നിവ. ഇനി റിട്ടേൺസിന്റെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ലേ നല്ലത്, ടേം പ്ലാൻസ് അല്ലേ ലൈഫ് ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ നല്ലത് എന്നീ അഭിപ്രായങ്ങൾ ഒക്കെ തന്നെയും വന്നേക്കാം. പക്ഷേ ഓരോ ഇൻഷുറൻസും ഓരോ ഇൻവെസ്റ്റ്മെന്റും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഒറ്റ വാക്കിൽ പറയാനായി സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മികച്ച റിട്ടേണുകൾ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, ലൈഫ്, ടേം ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് എന്നിവയെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിനും പോളിസികളിൽ ജോയിൻ ചെയ്യുന്നതിനുമായി ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ